തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം. പെൺകുട്ടികളോട് മോശമായി സംസാരിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ്എഫ്ഐയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ആർത്തവത്തിന്റെ പേരിൽ അധ്യാപകൻ അധിക്ഷേപിച്ചെന്ന് കാണിച്ച പ്രിൻസിപ്പലിന് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു. സഫാൻ വി പി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. സഫാൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ? ഒപ്പം എന്തായിരുന്നു ഈ സംഭവത്തിന് പിന്നിൽ? അനിഷ, പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഈ പെൺകുട്ടികളോട് ആർത്തവത്തെ മുൻനിർത്തി അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ് ഹിസ്റ്ററി വിഭാഗം HOD രമേശിനെതിരായ പരാതി. ഇതിനെ തുടർന്ന് 14 വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. ഈ അധ്യാപകനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ഇന്ന് വൈകുന്നേരത്തോടെ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ വൈകുന്നേരത്തോടെ കൂടിയും നടപടി സ്വീകരിക്കാത്തതിലും ഇതൊരു ഖേദപ്രകടനത്തിലേക്ക് മാറ്റുന്നതിലും പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തി എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഈ NSS ക്യാമ്പിനിടെ പട്ടം സെന്റ് മേരീസിൽ വെച്ച് നടന്ന 7 ദിവസത്തെ NSS ക്യാമ്പിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ചില മത്സരങ്ങളിൽ പെൺകുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അധ്യാപകൻ അശ്ലീല പരാമർശം നടത്തിയെന്നാണ് പരാതി. ചില വിദ്യാർത്ഥികൾ ആർത്തവത്തിന്റെ പേരിൽ മാറി നിന്നിരുന്നു. എന്നാൽ ആർത്തവമാണെന്ന് കരുതി വസ്ത്രം ഊരി നോക്കാൻ കഴിയില്ലല്ലോ, ആത്മാഭിമാനമില്ലാത്തവർ പോയി ചത്തൂടെ എന്നൊക്കെ തരത്തിലുള്ള വളരെ മോശം പരാമർശം നടത്തിയെന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പരാതിയായിട്ട് ഉയർന്നത്. പ്രിൻസിപ്പലിനാണ് 14ഓളം വിദ്യാർത്ഥികൾ ഈ അശ്ലീല പരാമർശങ്ങൾക്കെതിരെ പരാതി നൽകുന്നത്. എന്നാൽ ഇതൊരു നടപടിയിലേക്ക് പോകണമെന്നാണ്, അധ്യാപകരെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ ഒരു ഖേദപ്രകടനത്തിൽ ഒതുക്കുന്നു എന്നുള്ളൊരു പരാതിയെ തുടർന്ന് കൂടിയാണ് പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾ ഒരു വലിയ പ്രതിഷേധമായി ക്യാമ്പസിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴക്കൂട്ടം പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നോ? അനീഷ, ആവർത്തിക്കാമോ? എന്തെങ്കിലും പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ നടപടി എടുത്തിരുന്നോ? അനീഷ, 14 വിദ്യാർത്ഥികളാണ് ഈ പ്രിൻസിപ്പലിന് ഇത്തരത്തിലൊരു പരാതി രേഖാമൂലം തന്നെ നൽകുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഇത്തരത്തിലൊരു നടപടി, ഈ ഒരു പരാമർശത്തിന്റെ ഭാഗമായിട്ട് ഈ ഹിസ്റ്ററി വിഭാഗം HOD ആയ രമേശിനെതിരെ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ്. ഇതിന്റെ പിന്നാലെ ഈ ചർച്ചയൊക്കെ അവസാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈകുന്നേരമായതോടുകൂടി ഇത്തരത്തിലൊരു ഈ ഒരു വിഷയം ഒരു ഖേദപ്രകടനം മാത്രമാക്കി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഈ പരാതിക്ക് മേൽ കൃത്യമായ നടപടി സ്വീകരിക്കില്ല എന്നാരോപിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലേക്ക് എത്തിയിട്ടുള്ളത്. കഴക്കൂട്ടം പോലീസ് അടക്കം ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ എത്തിയിട്ടുണ്ട്. അനീഷ.